ഇന്നലത്തെ മഹാഭാരതത്തിൻ്റെ തുടർച്ചയായിട്ട് ഇന്നലെ എന്താ നമ്മളെ കഥ ഉണ്ടായിരുന്ന എന്നുള്ളതിനെ നോക്കിയിട്ട് നമുക്ക് ഇന്നും തുടങ്ങാം. ഇന്ന് നമുക്ക് കഥയുടെ എപ്പിസോഡ് 1. അതെ, വെൽക്കം ടു അച്ചജൂട്ടാസ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ നോക്കിയേ? ഇന്നലെ നമ്മൾ ആദ്യത്തെ 8th ബേബി എന്നുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ മഹാഭാരതത്തിൻ്റെ ആമുഖം നോക്കി, ഇൻട്രഡക്ഷൻ നോക്കി, എന്താണ് മഹാഭാരതം നോക്കി. പിന്നെ ശന്തനു മഹാരാജാവിന് ആദ്യത്തെ ഭാര്യയിൽ, അതായത് ഗംഗാദേവിയിൽ നിന്ന് ആദ്യത്തെ കുട്ടി ദേവദർത്തനുണ്ടായി. രണ്ടാമത്തെ കുട്ടി ദേവവൃഥൻ. അപ്പോൾ രണ്ടാമത്തെ മുക്കുവോ സത്യവതീനെ ഇഷ്ടമായി. എന്നിട്ട് സത്യവതീനെ വിവാഹം കഴിച്ചിട്ട് എന്ത് ചെയ്യും? വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചന പറയും. അപ്പോൾ എന്താ പറയുന്ന, മറ്റേ സത്യവതി എന്താ പറയുക, എൻ്റെ മകനായിരിക്കണം. അതായത് സത്യവതിയുടെ അച്ഛൻ പറയും. രാജാവ് ചോദിക്കും, എനിക്ക് സത്യവതിനെ കല്യാണം കഴിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ സത്യവതി എന്താ പറയുക, ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മകന്, അതായത് സത്യവതിയുടെ അച്ഛനാണ് പറയുന്നത് കേട്ടോ, എൻ്റെ മകളുടെ മകനായിരിക്കണം അടുത്ത രാജാവ്. അപ്പോൾ മറ്റേ ശന്തനു മഹാരാജാവ് സങ്കടത്തോടു കൂടി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകും. കുറേ ദിവസം ഇങ്ങനെ കൊട്ടാരത്തിൽ സങ്കടത്തോടെ ഇരിക്കും. അപ്പോൾ ദേവവൃതൻ എന്ന് പറയുന്ന ഭീഷ്മാചാര്യരാണല്ലോ, നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗംഗാദേവിയുടെ മകനാണ്. അപ്പോൾ കുട്ടികൾ അടുത്ത തലമുറ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ രാജാവിൻ്റെ സങ്കടം കണ്ടിട്ട് മകൻ പോയി ചോദിക്കും, അച്ഛാ, എന്താണ് അച്ഛൻ്റെ സങ്കടം? എന്താണ് അച്ഛൻ ഇത്ര സങ്കടപ്പെട്ടിരിക്കണേന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് ഇങ്ങനെ പറയും, എൻ്റെ അടുത്ത തലമുറയിൽ ആരാണ് രാജാവാകുക എന്നുള്ള അന്വേഷണം നടത്തും. അവിടെയാണ് നമ്മൾ നിർത്തിയ കഴിഞ്ഞ തവണ. ഓക്കെ, അപ്പോൾ രാജകുമാരൻ അച്ഛൻ്റെ സങ്കടം ചോദിച്ചിട്ട് മന്ത്രിയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ പറയണത് എന്താണ് അച്ഛൻ്റെ സങ്കടം എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറഞ്ഞു കൊടുക്കും, അടുത്ത രാജാവ് ആരാണ്, രാജാവിൻ്റെ തലമുറയിൽ ആരാണ്. ഓക്കെ, അപ്പോൾ എന്തു പറ്റും? അപ്പം ദേവവൃഥൻ എന്ത് ചെയ്യും? ഭീഷ്മാചാര്യരുടെ വ്രതം എടുക്കും, തപസ്സെടുക്കും. അതാണ് ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ. ആ മുക്കുവൻ്റെ അടുത്ത് പോവും. മുക്കുവൻ്റെ അടുത്ത് പോയിട്ട് ദേവവ്രതം പറയും, ഞാൻ ഭീഷ്മാചാര്യ ഒരു വിവാഹം കഴിക്കാതെ തന്നെ, അതായത് ബാച്ചിലറായിട്ട് തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. ഇത് എൻ്റെ തപസ്സാണ്. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ മകളുടെ മകനും അതിന് ശേഷം വരുന്ന തലമുറയും ആയിരിക്കും ഹസ്തിനപുരത്തിലെ രാജാവായി മാറുക. മനസ്സിലായോ കുട്ടിക്ക് കഥ? അപ്പം ഭീഷ്മാചാര്യർ എന്താ പറയുക? ഭീഷ്മാചാര്യർ തപസ്സെടുക്കും, എനിക്കിനി കല്യാണം കഴിക്കണ്ട. എനിക്ക് കല്യാണം കഴിച്ചാലല്ലേ കുട്ടികളുണ്ടാവുള്ളൂ. എനിക്ക് കുട്ടികളുണ്ടായാലല്ലേ നിങ്ങളുടെ രാജ്യത്തിൽ നഷ്ടപ്പെടുന്നുള്ള സങ്കടം വരുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ സങ്കടമാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അച്ഛൻ ഇപ്പോൾ വിവാഹം കഴിക്കും. സത്യവതി എന്നാണ് പേര്. അങ്ങനെ എന്തായി? സത്യവതി, the daughter of the fisherman, bore the king 2 sons, ചിത്രാംഗ ആൻഡ് വിചിത്രവീര്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവതിക്കും മഹാരാജാവായ ശന്തനുവിനും 2 മക്കളുണ്ടായി.
ചിത്രാംഗതൻ എന്നാണ് ആദ്യത്തെ ആളുടെ പേര്. രണ്ടാമത്തെ ആളുടെ പേര് വിചിത്രവീര്യൻ. അപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത ആരാ രാജാവാകുക? ഭീഷ്മയാണ്. ഒരു രാജാവ് പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവ് കാലം കഴിഞ്ഞാൽ മരിക്കുക അല്ലെങ്കിൽ രാജ്യം ഇതാക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അടുത്ത രാജാവാകുക? ആ രാജാവിന്റെ മൂത്ത മകൻ. അങ്ങനെ ഭീഷ്മയല്ലേ രാജാവാവില്ല എന്ന് പറഞ്ഞേ? അതല്ലേ ഈ കഥയിലെ പ്രത്യേകത വരുന്നേ. ഭീഷ്മാചാര്യൻ എന്താ പറയാ? ഞാൻ രാജാവാവില്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. കല്യാണം കഴിച്ചാലല്ലേ ഭീഷ്മാചാര്യരുടെ മകനല്ലേ പിന്നെയും രാജ്യം കിട്ടുള്ളൂ. അപ്പോൾ കല്യാണവും കഴിക്കില്ല, ഞാൻ രാജാവും ആവില്ല. സത്യവതി എന്ന് പറഞ്ഞിട്ടുള്ള ശന്തനു മഹാരാജാവിന് ഇഷ്ടമായിട്ടുള്ള ഭാര്യ, ഈ ഭാര്യയിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾക്കും ആ കുട്ടികളിൽ നിന്നുണ്ടാവുന്ന തലമുറയ്ക്കും രാജ്യം കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കഥ എങ്ങനെയാ വരണേ? ഇപ്പൊ വീണ്ടും അച്ഛൻ പറഞ്ഞു തരണോ? ഒന്ന് പറഞ്ഞ കഥ തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മുടെ കഥ തുടങ്ങുന്ന ആദ്യം ശന്തനു മഹാരാജാവ് ഉണ്ടാവും. മഹാരാജാവിന് ഗംഗാദേവിയിൽ നിന്ന് മൂത്ത മകൻ ഉണ്ടാവും. മൂത്ത മകന്റെ പേരെന്താണ്? ഭീഷ്മാചാര്യർ. പിന്നീടല്ലേ വരണ. ഇപ്പൊ ദേവവൃദ്ധ എന്നാണ് മൂത്ത മകന്റെ പേര്. അങ്ങനെയുള്ളപ്പോ രാജാവ് എന്ത് ചെയ്യും? ഇനിയൊരു പ്രാവശ്യം വേട്ടയ്ക്ക് പോകുമ്പോ അതുപോലൊരു സുന്ദരിയായൊരു മുക്കുവന്റെ ഫിഷർമാന്റെ മകളെ കാണും. ആ മകളെ കണ്ടപ്പോ രാജാവിന് ഭയങ്കര ഇഷ്ടാവും. അപ്പൊ രാജാവ് എന്താ ചെയ്യാ? ആ മുക്കുവനോട് ചോദിക്കും, നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ആ മുക്കുവൻ എന്താ പറയാ? നിങ്ങളെ രാജാവേ, മഹാരാജാവല്ലേ നിങ്ങളിപ്പോ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ മൂത്ത മകനില്ലേ ദേവവൃതൻ, മൂത്ത മകനല്ലേ അടുത്ത രാജാവാകുക. എൻ്റെ മകളുടെ മകൻ അപ്പോൾ അവിടെ ഒരു വെല്ലി ഉണ്ടാവില്ലല്ലോ. എൻ്റെ മകളുടെ മകനാണ് അവിടെ അടുത്ത രാജാവാകണ്ടെന്ന് പറയും. അപ്പം എന്താ പറയുക മഹാരാജാവ്? ശരി, എൻ്റെ മൂത്ത മകനല്ല, നിങ്ങളുടെ മകളാണ് രാജാവ്, നിങ്ങളുടെ മകളിലൂടെ എനിക്കുണ്ടാവുന്ന കുട്ടികളാണ് രാജാവാകുക എന്ന് പറയും. അപ്പോൾ മുക്കുവൻ എന്താ പറയുക? അത് പോരാ രാജാവേ, അടുത്ത തലമുറ വീണ്ടും മാറില്ലേ, അപ്പോഴും രാജാവിൻ്റെ മൂത്ത മക്കളല്ലേ വരിക. പിന്നെ അടുത്ത തലമുറ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ദേവവ്രതൻ കല്യാണം കഴിക്കാതിരിക്കുന്നത്. മനസ്സിലായോ? ഏറ്റവും ആദ്യം ഉണ്ടായ മകനാണ് അടുത്ത രാജാവാകുക. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്തായി? അവസാനം മുക്കുവൻ എന്തായി? സമ്മതിച്ചു, കല്യാണം കഴിച്ചു. ശന്തനു മഹാരാജാവ് സത്യവതിനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് എന്താ സംഭവിച്ചേ? കല്യാണം കഴിച്ച് എന്താ സംഭവിക്കുക? 2 കുട്ടികളുണ്ടായി. മൂത്ത കുട്ടിയുടെ പേരെന്താണ്? ചിത്രാംഗത. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താണ്? വിചിത്രവീര്യൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു യുദ്ധം വരുന്നത്. വലിയൊരു യുദ്ധം വരും. ശന്തനു മഹാരാജാവ് മരിച്ചു. ശന്തനു മഹാരാജാവ് മരിച്ച അടുത്ത രാജാവ് ആരാണ്? ചിത്രാംഗതനല്ലേ? ചിത്രാംഗതനാണ് മൂത്ത മകൻ. മൂത്ത മകൻ ദേവവൃതൻ ഭീഷ്മാചാര്യക്ക് രാജ്യം വേണ്ട പറഞ്ഞത് കൊണ്ട് ചിത്രാംഗതനെ രാജാവാക്കും. അങ്ങനെ ചിത്രാംഗതൻ എന്ത് ചെയ്തു? രാജാവായി. ഈ ചിത്രാംഗതൻ രാജാവായ സമയത്ത് രാജ്യത്തിലൊരു വലിയ യുദ്ധം നടക്കാൻ വേണ്ടി ഗന്ധർവ മഹാരാജാവ്, ഗന്ധർവ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു രാജ്യമുണ്ട്, അവിടുന്ന് ആ രാജാവ് യുദ്ധത്തിന് വരും. യുദ്ധത്തിന് വരുമ്പോൾ എന്താവും?
രണ്ട് രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. പൊരിഞ്ഞ യുദ്ധത്തിൽ എന്തു പറ്റി? ചിത്രാംഗതൻ മരിച്ചു. ചിത്രാംഗതനെ കൊന്നു. അപ്പൊ ആരാണ് അടുത്തത്? വിചിത്രവീര്യൻ. യെസ്. അപ്പൊ വിചിത്രവീര്യൻ, ചിത്രാംഗതന്റെ അനുജൻ വിചിത്രവീര്യൻ കുറച്ചും കൂടി ചെറുപ്പമായിരുന്നപ്പോ എന്തായി? വിചിത്രവീര്യൻ രാജാവായപ്പോ ഭീഷ്മയാണ്. ഇപ്പൊ വിചിത്രവീര്യൻ ചെറിയ കുട്ടിയാണ് കേട്ടോ, അത്രയ്ക്ക് വയസ്സായിട്ടില്ല, രാജ്യം ഭരിക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല. അപ്പൊ എന്തായി? ഭീഷ്മ ആചാര്യരാണ് രാജാവിനെ പോലെ എല്ലാം നോക്കി നടത്തണം. അപ്പൊ സത്യവതിയാണ് പറഞ്ഞത്, ഭീഷ്മാചാര്യർ വിചാരിച്ചാലേ ഈ രാജ്യം നന്നാവുള്ളൂ. അതുകൊണ്ട് ഭീഷ്മാചാര്യര് ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി വിചിത്രവീര്യനെ രാജഭരണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഭീഷ്മാചാര്യർ രാജാവാകണം എന്ന് ആരാ പറയാ? ഭീഷ്മാചാര്യരോട് ആരാ പറയാ? സത്യവതി ആരാണ്? ചിത്രാംഗതന്റെയും വിചിത്രവീര്യന്റെയും അമ്മ. ചിത്രാംഗതൻ മരിച്ചു, കൊന്നു. ഇപ്പൊ വിചിത്രവീര്യൻ അനിയനാണ് രാജ്യം ഭരിക്കണത്. അനിയനെ സഹായിക്കാനും അനിയന്റെ രാജ്യഭരണങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയാണ് ഭീഷ്മാചാര്യരെ ഇരുത്തിയിരിക്കുന്നത് കേട്ടാ. അങ്ങനെയുള്ളപ്പോ എന്തായി? ഇനി അടുത്ത തലമുറ ഉണ്ടാവണ്ടേ? അപ്പൊ വിചിത്രവീര്യൻ എന്നുള്ള മഹാരാജാവ് കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവണമല്ലോ, അപ്പോഴല്ലേ അടുത്ത രാജാവ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായി? ഭീഷ്മാചാര്യർ എന്ത് ചെയ്ത് വിചിത്രവീര്യന് കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചനയുമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് തൊട്ടടുത്തൊരു രാജ്യം ഉണ്ടായിരുന്നത്. അന്ന് നിറയെ കൊച്ചു 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 രാജ്യങ്ങളല്ലേ ഉള്ളത്. ഹസ്തിനപുരത്തിൻ്റെ അടുത്ത് കുറച്ച് ദൂരം അങ്ങോട്ട്, ഇന്നത്തെ ഉത്തരാഖണ്ഡിലൊക്കെ ഇന്നും കാശി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അപ്പൊ ഈ കാശി എന്നുള്ള രാജ്യത്തിൽ എന്ത് പറ്റി? പണ്ട് ഈ സ്വയംവരം എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. സ്വയംവരം എന്ന് വെച്ചാൽ എന്താ അറിയോ? ഒരു പെൺകുട്ടിക്ക്, ഒരു രാജ്ഞിക്ക്, പെൺകുട്ടിയല്ല സാധാരണ മഹാരാജാവിൻ്റെ രാജ്ഞിയല്ല, രാജകുമാരിക്ക് കല്യാണപ്രായമായി കഴിഞ്ഞാൽ, അതായത് കല്യാണം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാജാവ് സ്വയംവരം പ്രഖ്യാപിക്കും. സ്വയംവരം എന്തിനറിയോ പ്രഖ്യാപിക്കുന്നത്? ഏറ്റവും ശക്തിയും ബുദ്ധിയും കഴിവും ഉള്ള ആള് കല്യാണം കഴിക്കാൻ ഈ മകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സ്വയംവരത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എല്ലാ രാജ്യത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും രാജാക്കന്മാരുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ മകൾക്ക് കല്യാണം കഴിക്കാം. ചിലപ്പോൾ ചില ഈ പറയുന്ന പോലെ മത്സരങ്ങളൊക്കെ വെക്കും. ഏറ്റവും കഴിവുള്ള ആളാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും അങ്ങനെ പല കാര്യങ്ങളും വിളിക്കും. ഇപ്പം എല്ലാ രാജാവിനെയും വിളിച്ചിരുത്തിയിട്ട് തൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ പണ്ട് സ്വയംവരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിട്ടുള്ള കേട്ടോ ഒരു സമ്പ്രദായമാണിത്. മനസ്സിലായോ? സ്വയംവരം എന്ന് വെച്ചാൽ എന്താണ്? സ്വയംവരം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അത്ര കുഞ്ചുമണി ചാച്ചി ഇറങ്ങിക്കോ. അടുത്ത കഥ നാളെ കേൾക്കാം കേട്ടോ. ഗുഡ് നൈറ്റ്.